ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോവയിലാണ്. മറ്റൊന്നുമല്ല, ഞാനൊരു കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. കാരണം ഞാൻ ഫുഡ് കഴിക്കുന്നത് പുറത്തുനിന്നാണ് കുറച്ച് സമയങ്ങളിലേക്ക്. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നത്. അപ്പം ഞാനൊരു ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ എല്ലാത്തിനും വില, എല്ലാത്തിനും നമ്മളൊരു ഹോട്ടലിൽ കയറിയാലും പല കാര്യത്തിനും പല റേറ്റും പല റേറ്റിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. എനിക്കൊരു അനുഭവം ഉണ്ട്, ഞാൻ ഇത് പറയണമെന്ന് ഒരുപാട് പ്രശ്നം, പക്ഷേ രാഷ്ട്രീയമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് എല്ലാത്തിനും റേറ്റാണ്. റൈസിനാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും എല്ലാത്തിനും റേറ്റുണ്ട്, പെട്രോളിന് എല്ലാത്തിനും റേറ്റുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കേരളം ഒഴിച്ചുള്ള അന്യ സംസ്ഥാനങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ, എനിക്ക് വലിയ സംസ്ഥാനങ്ങളൊന്നും വലിയ അറിയത്തില്ല. ഞാനിപ്പോൾ താമസിക്കുന്നത് ഗോവയിലാണ്. അപ്പം ആ സ്ഥലങ്ങളിൽ നമ്മൾ ഇച്ചിരി എക്സ്ട്രാ ചോറ് കഴിച്ചത്, ഇപ്പോൾ ചോറ് കഴിച്ചിട്ട് വരുവാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എക്സ്ട്രാ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അതിന് പൈസ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തായാലും അതിൻ്റെ എക്സ്ട്രാ പൈസ എടുക്കുന്നുണ്ട്. കാരണം ഈ ഗോവയെന്ന് പറഞ്ഞാൽ പച്ചക്കറിക്കൊക്കെ ഒരുപാട് റേറ്റ്, ഒരുപാടെന്ന് പറഞ്ഞാൽ എന്നാലും നമ്മൾ കേരളത്തിനെ വെച്ച് നോക്കുമ്പം റേറ്റ് ഒത്തിരി കുറവുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഇവർ ഈ എക്സ്ട്രാ ഈ ഫുഡിന്, ചോറിന് വില എടുക്കുന്നത് അത് ഇവിടുത്തെ രീതിയാണോ എന്തോ എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റേറ്റ് കാര്യം എല്ലാം നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കുന്നത്. ഈ പറയുന്ന അരി വരെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കും. പക്ഷേ അവിടെ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ചോറ് കഴിച്ചാൽ വയറ് നിറയെ കഴിച്ചിട്ട് പോകാം. അത് ഏത് കറിയാണെന്നാലും വയറ് നിറയെ നമ്മൾ കഴിച്ചിട്ട് പോകാം. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ വന്നത്. കാരണം ഞാനിപ്പോൾ ഫുഡ് കഴിച്ച് പുറത്ത് കഴിക്കുന്നത്, ഇപ്പോൾ ഡെയിലി ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു പേരിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്നുള്ളൂ. അതിനകത്ത് എൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാം. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും വില കൂടി നിന്നിട്ടും എക്സ്ട്രാ ഇച്ചിരി ചോറ് വേണം, നമുക്ക് വയറ് നിറഞ്ഞില്ല, ഇച്ചിരി കഴിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ വയറ് നിറച്ച് വിടുന്ന കേരളത്തിലെ ആ ഫുഡോ ഇവിടെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ മേടിച്ചതിൽ നമുക്ക് വയറ് നിറഞ്ഞില്ല, പിന്നെ എക്സ്ട്രാ മേടിച്ചില്ല, അപ്പോൾ എത്ര രൂപ റേറ്റ് ആയെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മൾ വയറ് നിറയുന്നതിനും വരെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൈസ കൊടുത്തേ പറ്റൂ. എന്തുകൊണ്ടാണ് ഈ കേരളവും മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യത്യാസം എന്തെന്നുള്ളത് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയാം. എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇവിടെ ഒരുവിധം സാധനത്തിനൊക്കെ റേറ്റ് കുറവാണ്. പിന്നെ ഇവർ ഈ എക്സ്ട്രാ മേടിക്കുന്നതിന് പൈസ മേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നൊരു കമൻറ്റുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ടൊന്നും പറഞ്ഞില്ല, എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നുള്ളൂ. ഇവിടെ കുറേ വർഷമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇത് ചോദിക്കണമെന്ന് കുറേ നാളുണ്ട്. പിന്നെ ഞാൻ ചോദിക്കാതിരുന്ന, പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി കഴിക്കുന്നുണ്ട്, ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മറുപടി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ട്, ഒന്ന് കമൻറ്റിൽ പറയുക.